ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11. സോ നമ്മുടെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. IPL രണ്ട് കളികളുണ്ടായിരുന്നു. സൂപ്പർ സൺഡേ ആദ്യത്തെ ഒരു വെടിച്ചില്ല് കളി സൺറൈസേഴ്സ് ആൻഡ് രാജസ്ഥാൻ. എന്താ പറയാ, ഒരു റൺ മഴ നമ്മൾ കണ്ടു. രണ്ടാമത്തെ കളി ഒരു ട്രഡീഷണൽ T20. നമ്മൾ പറഞ്ഞു ചെന്നൈ ചെപ്പോക്കിൽ അവര് അങ്ങനെ ഒരു ഹൈ സ്കോറിംഗ് പിച്ച് നൽകില്ല, ഒരു സ്ലോ പിച്ചേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ട്രഡീഷണൽ T20 മത്സരം. അതെ. അത് നമുക്ക് ഫസ്റ്റ് കളി നമുക്ക് സൺറൈസേഴ്സ് രാജസ്ഥാന്റെ കളിയിലോട്ട് പോവാം. എന്താണ് സംഭവിച്ചത് റംഷാദ് ഇന്നലെ പറഞ്ഞു. എന്റെ മൈൻഡിലും സൺറൈസേഴ്സ് ആണൊരു എഡ്ജ് ഉണ്ടായിരുന്നു, പക്ഷെ രാജസ്ഥാനെ വിട്ടുകൊടുക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നും പറയാനില്ല, ഒരു മൈൻഡിലാ വന്നത്. വന്നവനും നിന്നവനും പോയവനും എല്ലാം ഒരേ മൈൻഡ്, വരിക അടിക്കുക. അതെ, നമ്മൾ ഇന്നലെ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെ സൺറൈസേഴ്സ് ആദ്യം ബാറ്റ് ചെയ്യുന്നു, ഒരു ഹ്യൂജ് ടോട്ടൽ എടുക്കുന്നു. പക്ഷെ അതിൽ മിസ്റ്റേക്ക് രാജസ്ഥാന്റെ കയ്യിലാണ്. കാരണം 100% ഞാൻ യോജിക്കുന്നത്. കാരണം അവിടെ തോറ്റു, രാജസ്ഥാൻ ശരിക്കും തോറ്റതാ ടോസിലാണ്. ഒരു ഈവനിങ് മാച്ച്, അതായത് ഉച്ചയ്ക്ക് നടക്കുന്ന ഒരു മാച്ചില് ടോസ് കിട്ടി. അത് സൺറൈസേഴ്സിനെ പോലെ ഒരു ടീമിനെ ബാറ്റ് ചെയ്യാൻ ഫസ്റ്റ് അനുഭവിക്കാന്നല്ലാതെ അതിൽ വലിയൊരു മിസ്റ്റേക്ക് ആണ്. കാരണം ഇൻ കേസ് രാജസ്ഥാൻ ആണ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് വിചാരിക്കും, രാജസ്ഥാൻ ഇപ്പൊ അടിച്ച സ്കോർ 242 അടിച്ചെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് പ്രഷർ വന്നിട്ടുണ്ടാവില്ലേ? അല്ലെ, തിരിച്ച് പ്രഷർ വന്നിട്ടുണ്ടാവില്ലേ? എപ്പോഴും നമ്മൾ ഹൈ ക്വാളിറ്റി ബാറ്റിംഗ് സൈഡിന്റെ ഒപ്പം കളിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടോസ് വിൻ ചെയ്ത ഒരു സ്കോർ പോസ്റ്റ് ചെയ്യുക, ഓപ്പോസിറ്റ് ടീമിനെ പ്രഷറിലിടുക. ഇത് അവര് പ്രഷർ ഇല്ലാണ്ട് കൂളായി കളിച്ചു. ഇറങ്ങി തുടങ്ങി ആദ്യ ബോൾ മുതൽ അടിയാണ്. അഭിഷേക് ശർമ്മ മുതൽ അടിയാണ്. അതെ, തീർച്ചയായിട്ടും അടി. അതില് എടുത്തു പറയുന്നത് ഇഷാൻ കിഷാന്റെ മറുപടിയാണ്. അതെ, മറ്റേ ഇന്റർനാഷണൽ കോൺട്രാക്ട് നഷ്ടപ്പെട്ടിട്ട് ആള് ശക്തമായി തിരിച്ചു ശക്തമായി മുംബൈ ഇന്ത്യൻസ്. കാരണം 2022 മെഗാ ഓപ്ഷനില് ഇഷാൻ കിഷന് വേണ്ടി ഏതറ്റവും വരെ പോകുന്നു പറഞ്ഞിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ആ ബിഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ താഴ്ത്തിയതേ ഇല്ല. എന്നിട്ട് highest പെയ്ഡ് ആയിട്ടാണ് സൈൻ ചെയ്തത് മുംബൈ ഇന്ത്യൻസ്. പക്ഷെ കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ വരുന്ന സമയത്ത് എന്താണ്, അവര് വലുതായിട്ടൊന്നും ഇഷാൻ കിഷൻ ട്രൈ ചെയ്തില്ല. ഒരു ഒറ്റ സീസണാണ് ഇഷാൻ കിഷൻ ശരിക്കും പറഞ്ഞ ഫോം ഒങ്ങിപ്പോയത്, കഴിഞ്ഞൊരു സീസൺ മാത്രം. അതുവരെ ഇഷാൻ കിഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ടീമിന് വേണ്ടി നല്ല പെർഫോമൻസ് അയച്ചു. പക്ഷെ ഒരു സീസൺ മങ്ങിയപ്പോഴേക്കും അവർ കൈവിട്ടു. അതിനുള്ളൊരു മറുപടി കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സീസൺ കാണുന്നത്. കാരണം ആ സെഞ്ചുറി അടിച്ചുള്ള സെലിബ്രേഷൻ എല്ലാം ഭയങ്കര അനിമേറ്റഡ് ആയിരുന്നു. ഭയങ്കര സെലിബ്രേഷൻ ആയിപ്പോയി. നമ്മൾ പ്രതീക്ഷിച്ച എല്ലാരും, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, പിന്നെ ഇഷാൻ കിഷാൻ, ക്ലാസൻ, മറ്റേ നിതീഷ് റെഡ്ഡി, എല്ലാരും ഫോമായി. എല്ലാവരും 200 കളിച്ചത്. എല്ലാവരും 200 പ്ലസ് സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. 286 റണ്ണ അവന്റെ സൈഡിൽ. തിരിച്ച് മറുപടിക്ക് ഇറങ്ങിയപ്പോ ഇവരുണ്ട് 240. മൊത്തം എനിക്ക് തോന്നുന്നു 400 റണ്ണിനടുത്ത് ബൗണ്ടറീസിലൂടെ മാത്രം വന്നിട്ടുണ്ട്. അതെ, അതില് ബൗണ്ടറീസ് മാത്രം എനിക്ക് തോന്നുന്നു 400 മേലെ റണ്ണ് ബൗണ്ടറികളിൽ മാത്രം അടിച്ചിട്ടുണ്ടാവും. സോ സൺറൈസേഴ്സിന്റെ ഈ പറയുന്നത് പോലെ അവരുടെ ടെംപ്ലേറ്റ് ഇതന്നെ ആയിരിക്കും. സൺറൈസേഴ്സ് ഇതിന്ന് മാറാനൊരു ചാൻസ് ഇല്ല. ഈ ഒരു വെച്ചിട്ടായിരിക്കും ഇവര് മുന്നോട്ട് പോവുക. അതിൽ ആറാറിന്റെ ബോളിംഗ് എടുത്ത് പറയുകയാണെങ്കിൽ ജോഫ്ര ആർച്ചർ വളരെ പതറ്റിക് ആയി പോയി. റെക്കോർഡ്, ഒരു ആവശ്യമില്ലാത്ത റെക്കോർഡ് ഒരു ബൗളറിനെ സംബന്ധിച്ചിടത്തോളം 76 റണ്ണാണ് കൺസീഡ് ചെയ്തത്. ഏറ്റവും കൂടുതൽ റൺസ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ തുഷാർ ദേശ്പാണ്ഡെ അത്യാവശ്യം നന്നായിട്ട് ബോൾ. തുഷാർ ദേശ്പാണ്ഡെയിൽ എനിക്ക് ആക്ച്വലി നന്നായിട്ട് നല്ല കോൺഫിഡൻസ്. ഞാൻ ഇന്നലെയും പറഞ്ഞു തുഷാർ ദേശ്പാണ്ഡെ വിക്കറ്റ് എടുക്കും. തുഷാർ ദേശ്പാണ്ഡെ ബോൾ ചെയ്യും, വിക്കറ്റ് എടുക്കും. കാരണം ഹെഡ് വിക്കറ്റ് എടുക്കാനുള്ള ഞേക്കുണ്ട്. നമ്മൾ ഈ ഷർദുൽ താക്കൂറിന്റെ കേസ് പറയുന്ന പോലെ തന്നെ ആള് അടി കൊള്ളുമെന്നുണ്ടെങ്കിലും ആള് വിക്കറ്റ് എടുക്കും. ഹർഷൽ പട്ടേൽ നമ്മൾ പറഞ്ഞല്ലോ, അടി കൊള്ളും പക്ഷെ വിക്കറ്റ് എടുക്കും. അതേപോലെ തന്നെയാണ് വിക്കറ്റ് എടുത്തു. സന്ദീപ് ശർമ്മ നന്നായിട്ട് ബോൾ ചെയ്തു, പക്ഷെ ലാസ്റ്റ് ഓവറിൽ കുറച്ച് അടി കൊണ്ടു. ഈ സന്ദീപ് ശർമ്മയും അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെയും ഒരു ഒഴിച്ചു നിർത്തിയ ബാക്കി എല്ലാവരും 16-15 റൺസൊക്കെ വെച്ചാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ജോഫ്ര ആർച്ചറിന്റെ ആ ഒരു സ്പെല്ല് തന്നെയാണ് ഇന്നത്തെ കളിയിലെ മാറ്റം കൊണ്ടുവന്നത്, നിർണായകം. അതെ. പിന്നെ എനിക്ക് സഞ്ജുവിനെ ഫീൽഡിൽ നന്നായിട്ട് എനിക്ക് മിസ് ചെയ്ത പോലെ തോന്നി. കാരണം ഇത് ഒരുപാട് ആൾക്കാർ എഗ്രി ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മലമറിച്ചാൻ, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ
ഫീൽഡിൽ ഇല്ലാത്ത ഞാൻ ഒരുപാട് നന്നായി മിസ് ചെയ്തു. കാരണം ഫസ്റ്റ് ഇവരൊരു ഭയങ്കര അഗ്രസീവ് ആയിട്ട് തുടങ്ങിയ സമയത്ത് ഭയങ്കര പാനിക്കായി പരാഗും മൊത്തം ടീമും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭയങ്കര പാനിക്കായി നിൽക്കുന്ന പോലെ തോന്നി. ടീമിലെ പ്ലെയേഴ്സും എല്ലാം ഒരു മോട്ടിവേഷനും ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 11 ആൾക്കാർ നോക്കി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സോ പുതിയതായിട്ടൊരു എന്താ പറയാ, പുതിയതായിട്ടൊരു ഒന്നും ചെയ്യുന്നില്ല. അവര് അടിക്കുന്നുണ്ട്, ഇവര് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സഞ്ജുവിന്റെ ഒരു കാം ക്വയറ്റായിട്ട് കളിയിലോട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരിക, ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം നമ്മളൊന്ന് ശരിക്കും മിസ് ചെയ്തു. സോ സൺറൈസ് പറയും സൺറൈസേഴ്സിന്റെ ആധിപത്യം തന്നെ ഫസ്റ്റ് 20 ഓവർ. അതെ, പിന്നെ നമുക്കൊന്നും പറയാനില്ല. അവര് ഹോം ഗ്രൗണ്ടിൽ എങ്ങനെയാണ് മത്സരം വരിക എന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനീഷ്യലി വിക്കറ്റ് ബ്രേക്ക് ത്രൂ വന്നിട്ടില്ലെങ്കിൽ, അത് ഈ ഇന്നലെ പറഞ്ഞു, ജോഫ്ര ആർച്ചറിന് വിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഹ്യൂജ് സ്കോർ ചെയ്യും. അതെ അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ തീക്ഷണയെ പവർ പ്ലേയിൽ 3 ഓവർ അറിയിപ്പിച്ചു. ഹസരംഗ എന്തുകൊണ്ട് കളിപ്പിച്ചെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഭയങ്കര സർപ്രൈസിലാണ്. കാരണം നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ RRന്റെ കഴിഞ്ഞ 3 വർഷത്തെ സക്സസ് എന്നുള്ള പറഞ്ഞത് ആ 2 സ്പിന്നർ, മിഡിൽ ഓവേഴ്സിൽ ആ 2 സ്പിന്നർമാര് സ്കോർ വലിച്ചു മുറുക്കുന്നതാണ് ഇവരുടെ ഒരു ടെംപ്ലേറ്റ് ആയിട്ടുള്ളത്. സോ അതിനെ റീപ്ലേസ് ചെയ്യാനാണ് ഇവര് ഹസരംഗനെയും തീക്ഷണയും എടുത്തതെന്നാണ് എൻ്റെ ഒരു ഹോപ്പ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അസരങ്കനെ പോലെ ഒരു ലെഗ് സ്പിന്നറെ ഒഴിവാക്കി ഫസലക് ഫറൂഖി ഞാൻ നന്നായിട്ട് റേറ്റ് ചെയ്യുന്ന ഒരു ബൗളറാണ്, നല്ല ബൗളറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സൺറൈസേഴ്സിനെ പോലെ ഒരു ടീമിനോട് അവരെ കളിപ്പിക്കലായിരുന്നു. കാരണം സൺറൈസേഴ്സിലെ പ്ലേയേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സിനൊഴികെ ബാക്കി എല്ലാവരും പേസേഴ്സിനോട് ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പൊ അഭിഷേക് ആയിക്കോട്ടെ, ഹെഡ് ആയിക്കോട്ടെ, നിതീഷ് റെഡ്ഡി ആയിക്കോട്ടെ, ഇഷാൻ കിഷൻ ആയിക്കോട്ടെ, എല്ലാവരും പേസേഴ്സിനോട് ഭയങ്കര സ്ട്രോങ് ആണ്. അവർക്ക് ആകെ ഒരു പ്രോബ്ലം വരുന്നത് ഈ സ്പിന്നേഴ്സിനോടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിനോട് ഇവര് അസരംഗനെ പുറത്തിരുത്തിയത് അത് ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആണ്. അതെനിക്കൊരു നല്ലൊരു തീരുമാനമായിട്ട് തോന്നിയില്ല. അവിടെ പിഴച്ചു, ടോസിൽ പിഴച്ചു. അതുപോലെ മൊത്തം ബൗൾ ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ ഒന്നായിട്ട് അങ്ങ് പിഴച്ചു. അതോ മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയപ്പോ രാജസ്ഥാൻ നന്നായിട്ട് കളിക്കെല്ലാം ചെയ്തു. രാജസ്ഥാന് മറുപടി ഞാനും അതായത് ഈ പറഞ്ഞില്ലേ, നമ്മൾ ഈ 14 ലീഗ് ഗെയിംസ് ഉള്ള ഒരു ടൂർണമെന്റ് ആണ്. സോ ഈ കളി നമ്മുടെ കൈവിട്ടു പോയി. പക്ഷെ നെറ്റ് റൺ റേറ്റ് നമ്മൾ കഴിയുന്നതും എന്ത് ചെയ്യുക, പിടിച്ചു വെക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്ന പോലെയാണ് രാജസ്ഥാനെ കണ്ടത്. കാരണം അവസാന ഘട്ടത്തിലൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ നെറ്റ് റേഞ്ച് ഡിഫറൻസിലാണ് ചിലപ്പോൾ ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനങ്ങൾ മാറിപ്പോകുന്നത്, പ്ലേ ഓഫിൽ കയറുന്നതല്ല. സോ എനിക്ക് രാജസ്ഥാൻ തോറ്റുവെങ്കിലും എന്താ പറയാ, മറുപടി ആയിട്ട് ഒരുപാട് പോസിറ്റീവുകൾ എനിക്ക് രാജസ്ഥാന്റെ സൈഡിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ ജയിച്ച സൺറൈസേഴ്സിൽ നിന്നും ഒരുപാട് പോസിറ്റീവിനൊപ്പം തന്നെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. കാരണം ഇവര് 286 അടിച്ചു, പക്ഷെ ഇതേ ആൾക്കാർ തന്നെ 240 റണ്ണ് ആദ്യം ഇവര് കൊടുത്തത് കൊണ്ട് നമ്മൾ ഈ കൊടുത്തതിനെ നമ്മൾ അധികം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളൂ. കാരണം കമ്മിൻസ് ഒക്കെ ഇന്ന് 4 ഓവറിൽ 60 റണ്ണാണ് കൊടുത്തിരിക്കുന്നത്. അതെ, ജൂറലൊക്കെ എടുത്തിട്ട് അടിച്ചു. ജൂറലിനൊക്കെ ഒരു രക്ഷയില്ലാത്ത ഷോട്ടുകളായിരുന്നു. മുഹമ്മദ് ഷബി 3 ഓവർ 33 കൊടുത്തു. സിമ്രജിത്ത് 2 വിക്കറ്റ് എടുത്തെങ്കിലും 46 റണ്ണാണ് 3 ഓവറിൽ കൊടുത്തത്. സാംബ 48 റൺ കൊടുത്തു. സോ ഇവരൊരു 242 റൺ ഇവര് കൺസീഡും ചെയ്തു. അതും ഒരു കൺസേൺ ആണ് സൺറൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതെ. പിന്നെ നിങ്ങൾക്ക് ആദ്യം രാജസ്ഥാനിലൂടെ പാളിയത് ജയ്സ്വാളിന് ഫോം ആവാൻ പറ്റിയില്ല. അതെ, നല്ലൊരു അതൊരു എന്താ പറയുക, അൺലക്കി എന്ന് പറയണ ആള് എപ്പോഴും കളിക്കുന്ന ഒരു കോൺഫിഡൻസ് ഷോട്ടാണ്. പക്ഷെ അവര് എലവേഷൻ കിട്ടിയില്ല. ആ ഒരു എലവേഷൻ കിട്ടിയുണ്ട് എന്ത് ചെയ്തു, അത് അടിച്ച് അങ്ങ് കയ്യിൽ പോയി. കുറച്ചുകൂടി ക്ലോസർ ആവുമായിരുന്നു. കാരണം ജയ്സ്വാളും എല്ലാവരും കളിപ്പിച്ചു വന്നു. ആ പാനിക്കായതിന്റെ തുടർച്ചയാണ് ഈ പറഞ്ഞ പോലെ വിക്കറ്റ് പോയതും പരാഗ് വൺ ഡൗൺ ഇറങ്ങി വന്നത്. കാരണം ടീം മൊത്തം പാനിക്കാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു പാനിക് സിറ്റുവേഷനിൽ ഔട്ട് ആയതും ഒക്കെ ഞാൻ വൺ ഡൗൺ പോവാന്നുള്ള ഒരു തീരുമാനത്തിൽ ചിലപ്പോൾ വന്നതായിരിക്കും. അവിടെ റാണ തന്നെ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഒരു പൊസിഷൻ ഫിക്സ് ചെയ്ത് കളിപ്പിക്കായിരുന്നു. പരാഗ് കഴിഞ്ഞ പ്രാവശ്യം സക്സസ് കിട്ടിയത് നമ്പർ 4-ലായിരുന്നു. അപ്പൊ അതിനോട് തന്നെ എന്ത് ചെയ്യുക, നിൽക്കുക, വെറുതെ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യുന്ന കാര്യമില്ല. പിന്നെ പോസിറ്റീവ്സ് രാജസ്ഥാൻ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സഞ്ജുവിന്റെ ജൂരാന്റെ പാർട്ട്ണർഷിപ്പ് ഒരു മിഡിലിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. കളി എനിക്ക് തോന്നുന്നു ആ ഒരു സാഹചര്യത്തിൽ 3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഏത് ടീമായാലും ഒരു 150-120 ആൾ ഔട്ട് ആയിട്ടുണ്ടാവും. അതെ, നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു, പ്രത്യേകിച്ച് ജൂറലിന്റെ കേസ്.
ജൂറല് എല്ലാവരും ഡ്യൂറലിന്റെ കേസിൽ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇന്നലെ 35-70 രോഹിത് ശർമ്മനെയാണ് പഠിക്കുന്നത്. അത് നേരെ തിരിച്ച് 35-70 ജൂറയിലാണ് അടിച്ചത്. പക്ഷെ 35-70 നടന്നു. 35-70 നടന്നു. ആർക്ക് നടന്നു എന്നുള്ളതാണ്. പോട്ടെ, അത് നമുക്ക് രോഹിത് ശർമ്മയുടെ കേസ് നമുക്ക് അടുത്ത് വരാം. ജൂറൽ ഇന്ന് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കാരണം ജൂറലിനെ സംബന്ധിച്ചിടത്തോളം മിഡില് ആറിന്റെ മെയിൻ കൺസേൺ മിഡിലിൽ ആര് വിശ്വസ്തമായിട്ട് കളിക്കും എന്നുള്ളതാണ്. കാരണം മുൻനിരയിൽ സഞ്ജു ഉണ്ട്, പരാഗ് ഉണ്ട്, അതുപോലെ തന്നെ ജയ്സ്വാൾ ഉണ്ട്. മധ്യനിരയെ പിടിച്ചു നിർത്താൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണെന്ന് ശരിക്കും ജൂറൽ തന്നത്. ഞാൻ 14 കോടിക്ക് എടുത്തത് അത്ര മോശപ്പെട്ടൊരു ബയ്യല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത പോലെ തോന്നി. അതെ, ഓക്കെ. പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ശുഭം ഡുബെ ഒരു രക്ഷയില്ല. ശരിക്കും എന്താ പറയാ, ശിവം ഡുബെന്റെ അതേ ഷോട്ട് പോലെ തന്നെയാണ് ശുഭം ഡുബെന്റെ ആ ഷോട്ടുകളൊക്കെ എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു ഹൈറ്റും സൈസും അവിടെ ഒപ്പമുള്ള ആളുടെ ഫുൾ ഷോട്ടും. കഴിഞ്ഞ സീസണിൽ ചെറിയൊരു ഗ്ലിംസ് കണ്ടാണ് നമ്മൾ ആളുടെ ഒരു ടാലന്റ്. അപ്പൊ ഇത്തവണ ഒരു ഫിനിഷർ റോളിലോട്ട് ഞാനുണ്ട് ഇവിടെ എന്നുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു ശുഭം ഡുബിന്റെ സൈഡിൽ. ഹെറ്റ്മേറും അത്യാവശ്യം നന്നായിട്ട് ഹിറ്റ് ചെയ്തു. അതെ, ആ രണ്ടുപേരും ഫിനിഷർ റോളിന് രണ്ടുപേരും തയ്യാറാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അടുത്ത കളിയിൽ ആർആറിന് എന്ത് മാറ്റം കൊണ്ടുവരാൻ ചോദിച്ചാൽ ഹസരംഗയെ തീർച്ചയായും കളിപ്പിക്കണം. അത് തന്നെയായിരിക്കണം മാറ്റം കൊണ്ടുവരുന്നത്. ആർച്ചർ ഒരു ബാഡ് ഗെയിമായി, ഓക്കെ, അടുത്ത കളി തിരിച്ചു. ആർച്ചറിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഡോട്ട് ബോൾ ആണ് ആൾ എറിഞ്ഞത് 4 ഓവറിൽ. ഒറ്റ ഡോട്ട് ബോൾ, ആ ഒരു സ്ലോവറാണ് എറിഞ്ഞത്. അത് ഒഴിച്ചു നിർത്തിയ ബാക്കി എല്ലാ ഓളും റൺസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു യോർക്കർ എറിഞ്ഞിട്ടില്ല, നല്ലൊരു ബൗൺസർ എറിഞ്ഞിട്ടില്ല. ഷോർട്ട് ബോൾ എറിഞ്ഞു, ഷോർട്ട് ബോൾ വേറെ ബൗൺസർ വേറെ. ആള് കുറെ ഷോർട്ട് ബോൾ എറിഞ്ഞ് തല്ലുകൊണ്ടും അല്ലാതെ നല്ലൊരു എന്താ പറയാ, നല്ലൊരു ബൗൺസർ ആളുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. മൊത്തത്തിൽ ഫോം ഔട്ടായി പോയ ഒരു ആർച്ചറിനെയാണ് നമ്മളും കണ്ടത്. അതൊക്കെയാണ് രണ്ട് സൈഡിൽ നിന്നും ഉള്ളത്. എനിക്ക് തോന്നുന്നു സൺറൈസേഴ്സിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ ചാൻസ് ഇല്ല. അവർ ഈ ഒരു വിന്നിംഗ് ഫോർമാറ്റ് തുടങ്ങും. നമ്മള് അങ്കിത് വർമ്മയുടെ കാര്യം പറഞ്ഞു. അങ്കിത് വർമ്മനെ കളിക്കാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ അങ്കിത് വർമ്മനെ കളിപ്പിക്കും, അല്ലെങ്കിൽ സച്ചിൻ ബേബിയെ കളിപ്പിക്കുന്ന പറഞ്ഞു. അവര് അങ്കിത് വർമ്മ സ്റ്റിക്ക് ചെയ്തു. ആള് 1-2 ഹീറ്റൊക്കെ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അതെ, അതാണ് ആദ്യത്തെ കളിയിൽ പറയാനുള്ളത്. പോസിറ്റീവ് ഉണ്ട്, രണ്ട് ടീമിലും പുതിയ 2 പ്ലേയേഴ്സ്. എനിക്ക് തോന്നുന്നു അനികേത് വർമ്മ എന്ന ഒരാള് കളിച്ചു. അതെ, ശുഭൻ ഡുബെ കഴിഞ്ഞ സീസണിൽ തന്നെ ആറിന് വേണ്ടി കളിച്ച പ്ലെയർ ആണ്. പക്ഷെ ശുഭൻ ഡുബെ ആ ഒരു ഫിനിഷർ റോളിൽ ഞാനുണ്ട് എന്നുള്ളൊരു കളി കളിച്ചു. 11 ബോളിൽ 34, നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു ലാസ്റ്റ്. അതുപോലെ തന്നെ ഹെറ്റ്മർ രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. തോറ്റെങ്കിലും രാജസ്ഥാന് കുറെ പോസിറ്റീവും കൂടെ ഉണ്ട്. പക്ഷെ ബൗളിങ്ങിൽ ഒരു കാര്യങ്ങളൊന്നും അത്ര പോരാ ഈ ഒരു ബോളിംഗ്. കാരണം ചഹൽ, അശ്വിൻ, ബോൾട്ട് അവരുടെ ആ 3 പേരും നന്നായിട്ട് മിസ് ചെയ്തു. എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ്. എത്ര നമ്മള് പറഞ്ഞാലും ഒരു പ്ലെയേഴ്സിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് തന്നെയാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതാണ് നമുക്ക് SRH RR മാച്ച് പറയാനുള്ളത്. ഒരു റൺ അടിച്ചു കയറ്റിയ ഒരു മഴ ആയിരുന്നു സംഭവിച്ചത്. ആറാറിന് ആ റൺമഴയിൽ ആറാറ് കുത്തി വലിച്ചങ്ങ് പോയി. ആറാറ് അടുത്ത മാച്ചസ് തിരിച്ചു വരട്ടെ. SRH കഴിഞ്ഞ തവണ ഫൈനലിൽ വിട്ട കിരീടം തിരിച്ചു പിടിക്കാനായിട്ട് ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് കമ്മിൻസും കൂട്ടരും അവരും വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. സോ നമുക്ക് രണ്ടാമത്തെ മാച്ചിലോട്ട് വരാം. മുംബൈ വേഴ്സസ് CSK. എന്ത് പറ്റി മുംബൈക്ക്? ഇത് എന്ത് പറ്റി? ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നത് കേട്ടില്ലേ? 12ാമത്തെ വർഷമാണ്. 12ാമത്തെ വർഷം 2012 മുതൽ 13ാമത്തെ വർഷമല്ലേ? 13 വർഷമായിട്ട് തോറ്റുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിന് ഈ വർഷമായിട്ട് ഒരു മാറ്റമൊന്നും സൃഷ്ടിക്കണില്ല വിചാരിച്ചു. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഏറെക്കുറെ ചെന്നൈക്ക് തന്നെയാണ് എല്ലാ മേഖലയിലും മുൻതൂക്കം ഉള്ളത്. ഒന്നാമത് ചപ്പോക്കില് കളിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ എടുത്തു പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ചെന്നൈക്ക് തന്നെയാണ് മുൻതൂക്കം ഉള്ളത്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 155-9, എനിക്ക് തോന്നുന്നു 20 റണ്ണ്, ഒരു 15 റണ്ണ് ഷോർട്ടായിരുന്നു. എന്തായാലും ഒരു 170 പിച്ച് ആയിരുന്നു, ഒരു 150 പിച്ച് അല്ല. അവസാനം ദീപക് ചാറുടെ ഒരു ക്യാമിയോ ഉണ്ടായിരുന്നില്ല, അതിന് ഒരു 130 ആൾ ഔട്ട് ആവേണ്ട ഒരു സ്ഥിതി ആയിരുന്നു. അതെ, രോഹിത് ശർമ്മയ്ക്ക് ഒരു റെക്കോർഡ് കൂടി പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത്
എന്താ പറയുക, ഒരു മോശപ്പെട്ട റെക്കോർഡാണ് ഈ പറഞ്ഞതുപോലെ ആർച്ചറിന്റെ കേസ് പറഞ്ഞ പോലെ. ഏറ്റവും കൂടുതൽ ഡെക്ക് IPL, അതെ, ആ റെക്കോർഡിലോട്ട് രോഹിത് ശർമ്മ നടന്നു കയറി ഇന്ന്. ഞാൻ ക്യാപ്റ്റൻ ആക്കാൻ പറഞ്ഞു, സോറി ആരെങ്കിലും ഞാൻ പറഞ്ഞതായിട്ട് ക്യാപ്റ്റൻ ആക്കി ഉണ്ടെങ്കിൽ റിയലി സോറി. എനിക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു രോഹിത് ശർമ്മ കളിക്കുമെന്നുള്ളത്. പക്ഷെ നോക്കാം, രോഹിത് ശർമ്മ ചിലപ്പോൾ അടുത്ത കളി തിരിച്ചു വരും, നോക്കാം. അത് നമ്മൾ പക്ഷെ റിക്കിൾട്ടനും വിൽ ജാക്സനെ ഒരു ഒരുമിച്ച് കളിപ്പിച്ചു. നമ്മൾ ഈ ഒരു സാധ്യത വളരെ വിദൂരത്തിലാണ് കണ്ടത്. അതെ, മുജീബുർ റഹ്മാനെ കളിപ്പിക്കുന്നു വിചാരിച്ച മുജീബുർ റഹ്മാനെ കളിപ്പിച്ചില്ല. അത് ഒരു നിർണായകമായ, മുജീബുർ റഹ്മാനെ കളിപ്പിക്കാത്ത ഒരു നിർണായകമായി. സ്പിന്നിംഗ് പിച്ചിൽ നമ്മള് ടീം എന്തുകൊണ്ടാണ് അങ്ങനെ സെലക്ഷൻ വന്നതെന്ന് അറിയില്ല. അതെ, മുജീബ് ആയിരുന്നു ഒന്നുകൂടി നല്ല ചോയ്സ്. അതെ, കാരണം ഡെബ്യൂട്ടന്റ് ആയ നമ്മുടെ മലയാളി പയ്യൻ വിഘ്നേഷ് പുത്തൂർ, വിഘ്നേഷ് നന്നായിട്ട് ബോൾ ചെയ്തു. വിഘ്നേഷ് 3 വിക്കറ്റ് കിട്ടി, നന്നായിട്ട് ബോൾ ചെയ്തു, ഒരു ഗെയിം ചേഞ്ചറായി. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു സീനിയർ ആയിട്ട് മുജീബുർ റഹ്മാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കളി ഒന്നുകൂടി കൂടി എന്താവും, ഇൻട്രസ്റ്റ് ആവും എന്ന് തോന്നി. കാരണം നമന്തീർ എല്ലാം വന്ന് ഓഫ് സ്പിന്നറിന് 3 ഓവറിൽ 12 റണ്ണേ കൊടുത്തിട്ടുള്ളൂ. വിൽ ജാക്സൺ നമന്തീർ എല്ലാം നന്നായിട്ട് ബോൾ ചെയ്തു. അപ്പൊ അതിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്, ഇന്ന് ഷുവർ ആയിട്ടും കളിക്കേണ്ടതിരുന്നു. പക്ഷെ മുജീബുർ റഹ്മാനെ അവർ കളിപ്പിച്ചില്ല. അതിനുള്ള പ്രൈസ് അവർ കൊടുത്തു. അവര് പിടിച്ചു നിൽക്കാനായില്ല. അവസാനം കുറച്ചു നേരം ശ്രമിച്ചെങ്കിലും സ്കോർ പോരാ. ഒരു 10-20 റൺ ഷോട്ടാണ്. അതെ, 20 റൺ ഷോട്ടായിരുന്നു. അത് രുദ്രാജ് വന്നിട്ടുള്ള ഒരു ക്വിക്ക് ഇന്നിങ്സ് ചെന്നൈനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് വേണമെങ്കിലും പറയാം. രുദ്രാജ് ഓപ്പൺ ചെയ്യാൻ വരാത്തത് സർപ്രൈസിങ് ആയിരുന്നു എനിക്കും. അതെ, നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതെ, കാരണം അത് എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്തതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല. ഋതുരാജിന്റെ ബെസ്റ്റ് പൊസിഷൻ നല്ല ഇന്നിങ്സ് എല്ലാം വന്നിട്ടുള്ള ഓപ്പണിംഗില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയറിനെ പിന്നെ എന്തിനാണ് എന്താ ചെയ്യുന്നത്, ആ പൊസിഷൻ ഡിസ്റ്റർബ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഇന്ത്യൻ ടീമിലെ ഓപ്പണർമാരുടെ അതിപ്രസരം കൊണ്ട് ഇപ്പൊ ഓപ്പൺ ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനമാണോ? അതെ, ഓപ്പണർമാരെ കൊണ്ട് തട്ടിയും മുട്ടി നടക്കാൻ വയ്യ എന്നുള്ള സ്ഥിതിയാണുള്ളത്. പിന്നെ ഒരു മുംബൈ ഇന്ത്യൻസിൽ ഒരാളുടെ പോലും 50+ ഇല്ല. അതെ, എനിക്ക് തോന്നുന്നു ഹയസ്റ്റ് സ്കോർ തിലക് വർമ്മയാണ് തോന്നുന്നു. ഹയസ്റ്റ് സ്കോർ തിലക് വർമ്മയാണ്. തിലക് വർമ്മയും ആ ഒരു സൂര്യകുമാറിന്റെയും ആ ഒരു ചെറിയൊരു പാർട്ണർഷിപ്പ് മാത്രമാണ് മുംബൈയുടെ ഒരു പോസിറ്റീവ് എന്ന് പറയാനുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാറ്റിങ്ങിൽ ലാസ്റ്റ് ചഹറുടെ ഒരു ക്യാമിയോ വന്നു. അത് ഒഴിച്ചു നിർത്തിയ എല്ലാവരും പരാജയമായി. രോഹിത് ശർമ്മ അടക്കം എല്ലാവരും വൻ പരാജയമായി. ഈ പറഞ്ഞ പോലെ ചെന്നൈനെ സംബന്ധിച്ചിടത്തോളം ഋതുരാജ് ഗായിക്വാഡ് ഓപ്പൺ തന്നെ ചെയ്യണം അടുത്ത കളി. ഈ പറഞ്ഞ ഖലീൽ അഹമ്മദ് കളിപ്പിച്ചില്ലേ? ഖലീൽ അഹമ്മദിന് പറ്റിയ ഗ്രൗണ്ടാ ചെന്നൈ. ഖലീൽ അഹമ്മദിന് പറ്റിയ ഗ്രൗണ്ടുമാണ്, പറ്റിയ ടീമുമാണ് ചെന്നൈ. അപ്പൊ അങ്ങനത്തെ ഒരു ലോ ലൈം ലൈറ്റിലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് എപ്പോഴും ഫോം ആവുന്ന ഒരു ടീമാണ് ചെന്നൈ. ഖലീൽ അഹമ്മദ് കളിക്കുന്ന എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഖലീൽ അഹമ്മദ് അനുസരിച്ചിട്ട് പവർ പ്ലേയിൽ കറക്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഖലീൽ അഹമ്മദ് കഴിഞ്ഞ സീസൺ നന്നായിട്ട് ബോൾ ചെയ്തു കേട്ടാ, ഡൽഹിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഡൽഹിക്ക് വേണ്ടി കാഴ്ചവെച്ചത്. പിന്നെ നൂർ അഹമ്മദ്, നമ്മൾ പറഞ്ഞു നൂർ അഹമ്മദിനെ അവർ 10 കോടി വെച്ച് എടുത്തത് വെറുതെ അല്ല. ചെന്നൈയിലെ പിച്ചിലെ നൂർ അഹമ്മദിന്, അഫ്ഗാന്റെ ഇപ്പത്തെ ലീഡിംഗ് സ്പിന്നർ നൂർ അഹമ്മദ് ആണ്. റാഷിദ് ഖാന്റെ മുന്നിലാണ് ഇപ്പൊ ഉള്ളത് നൂർ അഹമ്മദ്. അതെ, 4 വിക്കറ്റ് കിട്ടി. അതിലാണ് നൂർ അഹമ്മദാണ് കളി തിരിച്ചത്, മാൻ ഓഫ് ദി മാച്ച്. പതിരാനെ കളിച്ചില്ല, നഥാൻ എലീസാണ് കളിച്ചത്. റിട്ടൻഷൻ ചെയ്ത പ്ലെയറാ പതിരാന. അതെ, പതിരാനെ ഓപ്ഷനിൽ എടുത്തത് പോലും അല്ല, റിട്ടൻഷൻ ചെയ്തതാണ്. ഇത് റിട്ടൻഷൻ ചെയ്ത പ്ലെയറിനെ ബെഞ്ചിലിരുത്തി ഓപ്ഷനിൽ എടുത്ത പ്ലെയറിനെ കളിപ്പിച്ചു. ഇല്ല, പരിക്കൊന്നും ഇല്ല തോന്നണു. കാരണം ഈ ഒരു പിച്ചില് കുറച്ചുകൂടി എലിസിന്റെ സ്ലോ ബോളുകൾ എഫക്റ്റീവ് ആവുമെന്ന് തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. എനിക്കൊന്നും പരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, സൗത്ത് ആഫ്രിക്കൻ T20 SA20 കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു പത്തിരാന. എല്ലാം റണ്ണ് ഒരുപാട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഫോം എല്ലാം കൺസിഡർ ചെയ്തിട്ടും എലിസ് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ നന്നായിട്ട് ബോളും ചെയ്തു. എലിസ് എപ്പോഴും ഒരു അണ്ടർ റേറ്റഡ് ബൗളറാണ്. എലിസ് ഈ പറഞ്ഞതുപോലെ കമിൻസ്, അത് ഹേസൽവുഡ്, സ്റ്റാർക്ക് ഒക്കെ അടങ്ങുന്ന ഒരു പേസ് നിരയിൽ അവര് 3 പേരുള്ളത് കൊണ്ട് അതിലോട്ട് നുഴഞ്ഞു കയറാൻ പറ്റാതെ പോകുന്ന ഒരു അണ്ടർ റേറ്റഡ് ബൗളറാണ് എലിസ്. ചെന്നൈ
നല്ലൊരു പയ്യാണ് എലീസിന്റെ കൊണ്ടുവന്നത്. യെസ്. സോ ദീപക് കൂടെ കളിച്ചു ഒന്ന്, ദീപക് കൂടനെ ഇറക്കി. നമ്മൾ വിചാരിച്ചു വിജയ് ശങ്കറെ ആയിരിക്കും പ്രിഫർ ചെയ്യാന്ന്, പക്ഷെ ദീപക് ഹൂഡയെ കളിപ്പിച്ചു. ദീപക് ഹൂഡ പഴയ ഫോം ഔട്ട് വീണ്ടും തുടർന്നു. എനിക്ക് തോന്നുന്നു അടുത്ത കളി ചിലപ്പോൾ തിരിച്ചു വരും ദീപക് ഹൂഡ. പക്ഷെ ചെന്നൈന്റെ ബാറ്റിംഗിലും ഇവർ രണ്ടുപേരും വെച്ച് ബാക്കി ആരും കളിച്ചില്ല. ഇല്ല, മിഡിൽ ഓർഡർ ഞാൻ പറഞ്ഞു, മിഡിൽ ഓർഡർ ഭയങ്കര ഫ്രജൈലായിട്ട് തോന്നുന്നുണ്ടെന്ന് നമ്മള് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെന്നൈയുടെ ആകെയുള്ള ഒരു പ്രശ്നം മിഡിൽ ഓർഡറിൽ ഭയങ്കര ഫ്രജൈലായിട്ട് തോന്നുന്നു എന്നുള്ളത്. അതന്നെയാണ് സംഭവിച്ചത്. ഋതുരാജ് ഗായ്ക്വാദിന്റെയും സച്ചിൻ രവീന്ദ്രന്റെ ഇന്നിങ്സ് അങ്ങ് മാറ്റിയെടുത്താൽ പിന്നെ കാര്യമായിട്ടൊന്നും ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതെ, ശിവൻ ഡൂബെ, ദീപക് ഹൂഡ, സാം കരൺ എല്ലാരും 1 ഡിജിറ്റിൽ പോയി, ത്രിപാഠി 1 ഡിജിറ്റിൽ പോയി. രവീന്ദ്ര ജഡേജ അവസാനം കുറച്ച് 17 റൺ എടുത്ത് റൺഔട്ടായി തലയ്ക്ക് ഇറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിക്കിടന്നു. തല റൺ എടുത്തില്ലേ? 2-0. പക്ഷെ കാണികൾക്കൊരു ഹരമായി തല ഇറങ്ങിയത്. പക്ഷേ നീ അതിനോട് പേഴ്സണലി യോജിക്കുന്നുണ്ടാ? കാരണം ജഡേജ ഔട്ടായി പോകുന്ന സമയത്ത് ഹോൾ ക്രൗഡ് എന്ത് ചെയ്യുന്നുണ്ട്? ചിയർ ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ഒരുപാട് ഫാൻസ് ധോണിയുടെ ബാറ്റിംഗ് കാണാൻ വേണ്ടിട്ട് മാത്രം ടിക്കറ്റ് എടുത്ത് വരുന്ന ആൾക്കാർ. അപ്പം ആൾക്കാർക്ക് ഇപ്പം ഇത്ര കാലം പിന്നെ 1 വർഷം കൂടി മാക്സിമം ആണ് IPL കളിപ്പായിരിക്കും മേ ബി. അതുവരെ ആൾക്കാർക്ക് ബാറ്റിംഗ് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവസരം ഉണ്ടാവട്ടെ, പക്ഷെ നീ ഒന്ന് ജഡേജയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കെ. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ജഡേജ ബാറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോഴും വിജയം ഉറപ്പിച്ചിട്ടില്ല CSK. ജഡേജ ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരിക്കലും അപ്പോൾ 2 വിക്കറ്റും കൂടി പോയിരുന്നെങ്കിൽ കളി ഇങ്ങോട്ട് വേണമെങ്കിൽ മാറാവുന്ന ഒരു സാഹചര്യത്തിലാണ്. സച്ചിൻ രവീന്ദ്രന്റെ ഒപ്പം അവസാനം വരെ എത്തിച്ചു. 4 റൺ മാത്രം അതിന് ജയിക്കാനുള്ള സ്ഥലത്തുനിന്ന് ഓൾമോസ്റ്റ് ടീമിനെ ജയത്തിലോട്ട് അടുപ്പിച്ചിട്ട് ഔട്ടായി പോകുന്ന സമയത്ത് ആൾക്കാർ ഔട്ടായതിൽ സന്തോഷിച്ചിട്ട് ആഹ്ലാദപ്രകടനം നടത്തിട്ടു അപ്പുറത്തൊരാൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും ഒരു നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. ഒരു ക്രിക്കറ്റിന് അല്ലെങ്കിൽ ഏതൊരു സ്പോർട്ടിനും അതൊരു നല്ല സൈൻ അല്ല. നമ്മൾ ഗെയിമിന്റെ മുകളിൽ ഒരു പ്ലെയറും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗെയിമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഗെയിമിന്റെ മുകളിൽ ഒരു പ്ലെയറും ഇല്ല. അതെ, അതൊക്കെയാണ് ചെന്നൈ ആൻഡ് മുംബൈ ഇന്ത്യൻസിന്റെ കളിയുടെ വിലയിരുത്തൽ. മുംബൈ വീണ്ടും തോറ്റുകൊണ്ട് തുടങ്ങി, ചെന്നൈ ചപ്പോക്കിൽ ജയിച്ചു തുടങ്ങി. കാരണം ചെന്നൈയുടെ 7 മത്സരം ഹോം ഗെയിമിൽ വലിയ നിർണായകമാണ്. ബാക്കിയുള്ള ടീമുകൾക്ക് അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. ആ ഒരു 7 ഒരു 5 ചെന്നൈ ജയിച്ച് ബാക്കിയുള്ള പുറത്തുനിന്ന് ഒരു 2-3 ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷെ അവരുടെ ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ മിഡിൽ ഓർഡറിലെ പ്രശ്നം മാത്രമാണ്. മുംബൈ ഇന്ത്യൻസ് ഇന്നത്തെ നല്ലൊരു പോസിറ്റീവ് പറയാനുള്ളത് വിഘ്നേഷ് പുത്തൂർ എന്ന ഒരു പുതിയൊരു പ്ലെയറിന്റെ ഒരു എന്താ പറയാ ഒരു ഡെബ്യൂട്ടാണ്. കാരണം മുംബൈ ഇന്ത്യൻസ് കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള പ്ലെയേഴ്സ് ഒന്നും അങ്ങനെ ചുമ്മാ ഒന്നും പോയിട്ടില്ല. സത്യനാരായണ രാജു, റോബിൻ മിൻസും ഡെബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മുംബൈ ഇന്ത്യൻസ് കൈപിടിച്ച് ഉയർത്തിയ പ്ലെയേഴ്സ് ഒന്നും അങ്ങനെ ചുമ്മാ അങ്ങ് വന്നു പോയിട്ടില്ല. ബുംറ, ഹാർദിക് പാണ്ഡ്യ, കുർണൽ പാണ്ഡ്യ, ഇഷാൻ കിഷൻ. അതെ, സോ നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്. എന്താ പറയാ, കേരളക്കാരനാണ്. അതുകൊണ്ട് തന്നെ വിഘ്നേഷിന് ആശംസകൾ. ഇത്ര വലിയൊരു സ്റ്റേജിൽ കളിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇനിയും സക്സസ് വിഘ്നേഷിന് തുടരട്ടെ. സോ നമുക്ക് അടുത്ത മാച്ചിനെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടും കൂടി അവസാനിപ്പിക്കാം. നാളത്തെ മാച്ച് ഏതാന്ന് ഓർമ്മയുണ്ടോ? നോക്കിയായിരുന്നോ? അതിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മാച്ചാണ് നാളെ നടക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റൻ ഇപ്പുറത്തും ഈ സീസണിലെ ക്യാപ്റ്റൻ അപ്പുറത്തും 2 ക്യാപ്റ്റന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തതാണ്. പക്ഷെ രാഹുൽ ഇത്തവണ ക്യാപ്റ്റനായിട്ടല്ല, പ്യുവർ ബാറ്ററായിട്ടാണ് DCക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നത്. അക്സർ പട്ടേലാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായിട്ട് അപ്പോയിന്റ് ചെയ്തത്. രാഹുൽ എനിക്ക് തോന്നുന്നു മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാനാണ് സാധ്യത. മറുപടി കൊടുക്കാൻ പറ്റിയ അവസരമാണ്. അതെ, ഗൊനേക്ക ടീം ഓണർക്ക് എന്താ പറയാ, രാഹുൽ ഏറ്റവും നല്ല രീതിക്കല്ല ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തത്. കാരണം മാനേജ്മെന്റും പ്ലേയേഴ്സും ആയിട്ട് എപ്പോഴും വാക്കുവാദങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ എപ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുമായിരിക്കും, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ
ഒരു പബ്ലിക്കായിട്ട് ആ ഒരു പബ്ലിക് ഇത്രയും വലിയൊരു ഗെയിമിൽ, ഇത്രയും വലിയ വ്യൂഷിപ്പ് ഉള്ള ഗെയിമിൽ പബ്ലിക്കായിട്ട് ഒരു പ്ലേയേഴ്സിനെ നമ്മൾ ശാസിക്കുക എന്നൊക്കെ പറഞ്ഞ അത് ഈ പറഞ്ഞതുപോലെ ഗെയിമിന്റെ മുകളിലായി പോയി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അത് ഒരിക്കലും ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം, ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു അഭിമാന പോരാട്ടമാണ് കെ എൽ രാഹുലിന്റെ. കെ എൽ രാഹുലിന്റെ നാളെ ഒരു സെഞ്ചുറി പ്രതീക്ഷിക്കുക. അതാണ് സെഞ്ചുറി ഉദ്ദേശിക്കാൻ പറ്റില്ല, പക്ഷെ ആള് നന്നായിട്ട് കളിക്കട്ടെ, ഫോം ആവട്ടെ. ഇപ്പം റീസെന്റ് ആയിട്ടുള്ള മത്സരങ്ങളൊക്കെ ആള് നല്ല ഫോമിലാണ്. അതെ, പിന്നെ ആള് തിരിച്ചു ഓപ്പണിംഗിലേക്ക് തന്നെ തിരിച്ചു വരുന്ന മത്സരമായിരിക്കും നാളെ. അതെ. മോസ്റ്റ് പ്രോബബ്ലി ഇല്ല, എനിക്ക് തോന്നുന്നു ഓപ്പണിംഗിലോട്ടല്ല. ഫാഫ് ഡു പ്ലസിസും ഫ്രേസർ മാർക്കുമാണ് നാളെ ഓപ്പണിംഗ് ചെയ്യാൻ സാധ്യത എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. ഇത് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പൊ 3 മത്സരം കഴിഞ്ഞു. 3 മത്സരത്തിൽ നമ്മൾ അൺഎക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഒരുപാട് ടാക്ടീസും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നടക്കുന്നത്. അതെ, അതെ. നമ്മള് പിന്നെ LSGയുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഡൽഹിയുടെ ക്യാപ്റ്റനായ പന്താണ് ഇപ്പോ LSGയുടെ ക്യാപ്റ്റനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പന്തിനും ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ട്. 2020 പന്ത് ഫോം ആവുന്നില്ല എന്നുള്ള ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഇപ്പുറത്ത് ഒരുപാട് വിക്കറ്റ് കീപ്പേഴ്സ്, ധ്രുവ് ജുറൽ, സഞ്ജു സാംസൺ ഉൾപ്പെടെ ഒരുപാട് പ്ലെയേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു റീസെന്റ്. സോ അതിനെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട് പന്തിന്. സോ പന്ത് നമ്മൾ LSGയുടെ കേസ് പറഞ്ഞതാണ്, എന്താ പറയാ, ടീം മൊത്തത്തിലെ ഒരു ടീമില് ഒരു ബാലൻസ് ഇല്ലായ്മ ആയിട്ട് ഏറ്റവും കൂടുതൽ തോന്നിയത് എനിക്ക് LSG ആണ്. കാരണം അതെ. പിന്നെ അതുപോലെ തന്നെ ടീമിന്റെ പരിക്കും, മോസിൻ ഖാൻ പരിക്കാണ്. അതുപോലെ തന്നെ ആവേശ് ഖാന്റെ പരിക്കാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. മയങ്ക് യാദവും പരിക്കാണ്. ഓൾറെഡി അവർ, എനിക്ക് തോന്നുന്നു, ഷർദുൽ താക്കൂറിനെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. യെസ്, ഷർദുൽ താക്കൂറിനെ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. അൺസോൾഡ് ആയി പോയ ഷർദുൽ താക്കൂറിന്റെ നാളെ റിവെഞ്ച് ഉണ്ടാവുക. റിവെഞ്ച് അവസരമായില്ലേ, ഇപ്പൊ റിവെഞ്ച് എടുക്കാനുള്ള അവസരം ഉണ്ടല്ലോ. കിട്ടുമല്ലോ. അതെ, അതെ, കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറ്. അതെ. ഡൽഹിയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫ്രേസർ മാർക്ക്, ഡു പ്ലസിസ്, അഭിഷേക് പോറല്, KL രാഹുൽ, ക്രിസ്ത്യൻ സ്റ്റബ്സ്, അശുതോഷ് ശർമ്മ, ഇവരടങ്ങുന്ന ഒരു മുൻനിര. അതിലിപ്പോ കരുൺ നായർ ഇൻ കേസ് ഇമ്പാക്ട് ആയിട്ട് വന്നാൽ കരുൺ നായർ. ഇപ്പുറത്തെ സൈഡ് മിച്ചൽ മാർഷ്, നിക്കോളാസ് പൂറൻ, ആയുഷ് പദേനി, ഡേവിഡ് മില്ലർ, അബ്ദുൾ സമാദ്, ഋഷഭ് പന്ത് എന്നടങ്ങുന്ന ഒരു ബാറ്റിംഗ് നിരയാണ് ഇപ്പുറത്തെ സൈഡ് ഉള്ളത്. മാർക്ക് വർമ്മ. ഞാൻ ഇപ്പൊ ഇതിൽ റാൻഡമായിട്ട് വായിച്ചെന്താന്ന് വെച്ചാൽ ഇവർ എങ്ങനെയാണ് ഇതിൽ ആരാണ് എങ്ങനെ ഇറങ്ങാൻ പോകുന്നതിൽ യാതൊരു പിടിയില്ല. നാളെ കളി നടക്കുമ്പോഴേ അറിയുള്ളവർ എങ്ങനെയാണ് ഇറങ്ങുക എന്നുള്ള, ആരെയാണ് ഓപ്പൺ ചെയ്യുക. എനിക്ക് തോന്നുന്നു തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മാർഷും ഓപ്പൺ ചെയ്യുമെന്നൊരു സംശയമുണ്ട്. സോ ബാറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡൽഹിക്കാണ് എനിക്ക് തോന്നുന്നു മുൻതൂക്കം ഉള്ളത്. കാരണം റീസെന്റ് ഫോംസ് അല്ലെ, KL രാഹുൽ ആയിക്കോട്ടെ, അക്സർ പട്ടേൽ ആയിക്കോട്ടെ നല്ല ഫോമിലാണ് ഉള്ളത്. ഡുപ്ലസീസും ഈ കഴിഞ്ഞ ഇപ്പൊ നടന്ന SI20 ബാക്കിയുള്ള ലീഗ്സിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അഭിഷേക് പോറല് കഴിഞ്ഞ തവണ അവർക്ക് വേണ്ടി നന്നായിട്ട് കളിച്ച ഒരു പ്ലെയർ ആണ്. ആകെ ഒരു കൺസേൺ ഉള്ളത് സ്റ്റബ്സിന്റെ ഒരു ഫോം മാത്രമാണ്. അശുതോഷ് ശർമ്മ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ബാറ്റിംഗിൽ ചെറിയ എഡ്ജ് ഞാൻ DCക്ക് വേണ്ടി കൊടുക്കും. ബോളിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിച്ചൽ മാർക്ക്, കുൽദീപ് യാദവ്, മുകേഷ് കുമാർ, നടരാജൻ, മോഹിത് ശർമ്മ നല്ല ബോളിംഗ് ആണ്. ഇപ്പുറത്ത് ഷർദുൽ താക്കൂർ, രവി ബിഷ്ണോയ്, ഷമാർ ജോസഫ് ഉണ്ടെങ്കിൽ ഷമാർ ജോസഫ്, ഷഹബാസ് അഹമ്മദ്, ആകാശ് ദീപ്. ബോളിംഗിൽ ഇപ്പുറത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. കുൽദീപ് യാദവ്, പട്ടേൽ. അതെ, ഞാനൊരു 60-40 കാണുന്നു. നാളെ DCക്ക് ഒരു 60% ചാൻസും LSGക്ക് ഒരു 40% ചാൻസും കാണുന്നു. കാരണം LSGയിലെ നമ്മൾ എത്ര ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞാലും ഈ വായിച്ച പേരുകളെല്ലാം മാച്ച് വിന്നേഴ്സാണ്. മാർഷ് ആയിക്കോട്ടെ, മാർക്രം ആയിക്കോട്ടെ, പന്ത് ആയിക്കോട്ടെ, മില്ലർ ആയിക്കോട്ടെ, പൂർണ്ണ ആയിക്കോട്ടെ, ആരെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ ആ ടീമിനെ പിടിച്ചിരുത്താൻ പറ്റില്ല. കാരണം അങ്ങനത്തെ നല്ല പ്ലേയേഴ്സ് ആണ്. മൊത്തത്തിൽ ടീമായി നോക്കുമ്പോൾ അവർക്കൊരു ബാലൻസ് ഇല്ല. അതുകൊണ്ടാണ് DC നാളെ മൊത്തത്തിലൊരു യൂണിറ്റ് ആണ് ബോളിംഗ് ബാറ്റിംഗെ സംബന്ധിച്ചിടത്തോളം. സോ ഡൽഹി നാളെ ജയിക്കുന്ന പറയണോ? റംഷാന്റെ അഭിപ്രായം എന്താണ്? ഡൽഹി ജയിക്കുന്ന പറയണോ? സോ നാളത്തെ ഒരു ഫാന്റസി പിക്ക് 5 പേര് പറഞ്ഞോ? നീ പറഞ്ഞിട്ട് ഞാൻ പറയാം. അക്സർ പട്ടേൽ,
ഡേവിഡ് മില്ലർ, ഉം, ഷർദുൽ ഠാക്കൂർ, ഉം. രവി ബിഷ്ണോയ്. ബിഷ്ണോയ്. ഫസ്റ്റ് കെ എൽ രാഹുലിന് നാളെ ബിഗ് ഇന്നിങ്സ് ഉണ്ട് നാളെ. സെഞ്ചുറി അല്ലെങ്കിൽ 80 റണ്ണ്. നാളെ ഒരു പഴയ രാഹുൽ എപ്പിടി പോകണോ അപ്പിടി തിരുമ്പി വന്നിട്ട് ചൊല്ലിന്ന് പറയുന്ന പോലെ പഴയ അതിരടി ഒരു കെ എൽ രാഹുലിന്റെ ഒരു ഇന്നിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡൂപ്ലസിസിനെ ഞാൻ എടുത്തു. ഡൂപ്ലസിന്റെ എക്സ്പീരിയൻസ് ഞാൻ വിടുന്നില്ല. ഡൂപ്ലസിനെ എടുത്തു. കുൽദീപിനെ എടുത്തോ നീ? ഇല്ല ഒലിവിന് എടുത്തില്ല. കുൽദീപിനെ ഞാൻ എടുത്തു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പൂരൻ എടുത്തു. പിന്നെ ബൗളിങ്ങില് ഞാൻ ബിഷ്ണോയിനെ എടുത്തു. രവി ബിഷ്ണോയ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നാളെ കളിക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു റംഷാദ്, താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ. ഗുഡ് നൈറ്റ്.